ആ വീണ, എന്താ താൻ കാണണമെന്ന് പറഞ്ഞു? അന്ന് ഗസ്റ്റ് ഹൗസിൽ വെച്ച് വിപിൻ എന്നോട് പറഞ്ഞത് സീരിയസ് ആയിട്ട് തന്നെയല്ലേ? അതെന്താ വിശ്വാസമായില്ല തനിക്ക്? വേണമെങ്കിൽ അതൊരു പ്രതികാരം ആവാലോ. ആ അത് തെറ്റാ. ഞാൻ പറഞ്ഞില്ലേ, ജീവിതത്തിൽ ഞാൻ ഒരുപാട് മാറി ചിന്തിച്ചു തുടങ്ങിയെന്ന്. എടോ, ഇത് ഞാൻ തനിച്ചെടുത്ത തീരുമാനമല്ല. അച്ഛനും അമ്മയും കൂടി എന്നോട് പറഞ്ഞു തന്നെ വന്ന് കാണണമെന്നും സംസാരിക്കണമെന്നും. എടോ, ഞാൻ ചെയ്ത തെറ്റിന്റെ പേരില് അച്ഛനും അമ്മയ്ക്കൊക്കെ വല്ലാത്ത സങ്കടമുണ്ട്. ശരി, പക്ഷേ ഞാൻ ചില കാര്യങ്ങൾ പറയും. അതിനെല്ലാം വിപിൻ ഓക്കെ ആണെങ്കിൽ മാത്രം ഞാൻ ഇതിനെക്കുറിച്ച് ചിന്തിക്കാം. പറയടോ. എന്റെ പ്രൊഫഷൻ എന്റെ വലിയൊരു സ്വപ്നം. ഞാൻ അതിനുവേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടതാ. പതുക്കെയെങ്കിലും അതിന്റെ റിസൾട്ടുകൾ എനിക്ക് കിട്ടിത്തുടങ്ങിയിട്ടേ ഉള്ളൂ. എനിക്കൊരിക്കലും എന്റെ പ്രൊഫഷനോടുള്ള പാഷൻ കുറയില്ല. സോ ഞാൻ അതിന് ട്രൈ ചെയ്തുകൊണ്ടേയിരിക്കും. പിന്നെ എനിക്ക് ജീവിതത്തിൽ തീർക്കാൻ ഒരുപാട് കണക്കുകൾ ബാക്കിയുണ്ട്. എന്റെ ഒരു ശത്രുവിനോടും ഒരിക്കലും ഞാൻ ക്ഷമിക്കില്ല. ഞാൻ ആരെയും ഉദ്ദേശിച്ചതെന്ന് വിപിന് നന്നായിട്ട് അറിയാം. വിവാഹം കഴിഞ്ഞ് പുതിയൊരു ജീവിതം തുടങ്ങുമ്പോ പഴയതൊക്കെ മറന്നു കളയണമെന്ന് പറയുമ്പോ ഞാനീ പറഞ്ഞ ശത്രുക്കളുടെ കാര്യം അതിലുണ്ടാവരുത്. നശിപ്പിക്കാനുള്ളവരെ എനിക്ക് നശിപ്പിക്കണം, കൊല്ലാനുള്ളവരെ കൊല്ലണം. അതിന് കൂടെ നിൽക്കാൻ പറ്റുമോ വിപിന്? വീണ, നമ്മൾ ഒന്നിച്ചു കഴിഞ്ഞാ പിന്നെ തന്റെ മനസ്സിലെ പ്രതികാരം എന്റെയും കൂടാ. അതിന് തന്നെയൊക്കെ മുമ്പിൽ ഇറങ്ങുന്നത് ഞാനായിരിക്കും. ഇടയിൽ വെച്ച് വാക്ക് മാറ്റില്ലല്ലോ? ഇല്ല.